പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ വ്യാഘ്രനഖം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കളരികളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന വളരെ സീക്രട്ടായിട്ടുള്ള വെപ്പണാണ്. കൈകളിൽ നമുക്കത് ഇങ്ങനെ ധരിക്കാവുന്നതാണ്. കിടക്കുന്ന കണ്ടാൽ ഒരു മോതിരം ഇട്ട മാതിരി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ഫിംഗറിനകത്തൂടെ അത് വെളിയിലേക്ക് നഖമായി ഇതുപോലെ വരുന്നുണ്ടാവും. ഇത് വെച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. ഇത് ശരിക്കും ഫേമസ് ആയത് മറാത്ത രാജവംശത്തിൻ്റെ അധിപനായിരുന്ന ശിവാജി മഹാരാജ് അഫ്സൽ ഖാനെ കൊന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഉപയോഗിച്ചതൊക്കെ തന്നെ ഇതായിരുന്നു എന്നൊക്കെയാണെന്ന് ചരിത്രം പറയപ്പെടുന്നു. എന്തായിരുന്നാലും ഇതിൻ്റെ ഒരു സീക്രസി, രഹസ്യ സ്വഭാവം എന്ന് പറയേണ്ടത് എത്ര വലിയ അപകടങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ആയുധം നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പോലും കഴിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് രഹസ്യമായിട്ടുള്ള ആയുധങ്ങൾ പല ആയോധന കലകളിലും ഉപയോഗിക്കുന്നുണ്ട്. വ്യാഘ്രനഖം എന്ന് കളരിയിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യ സ്വഭാവമുള്ള ഒരു ആയുധമാണിത്. കൊട്ട്, ചൊട്ടച്ചാൺ എന്നുള്ള ആയുധങ്ങളല്ലാതെ വളരെ സീക്രട്ടായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ വെപ്പണുകളാണിതെല്ലാം. ഓടിൽ വാർത്തെടുത്തത്, മറ്റ് ഇരുമ്പിലുണ്ടാക്കിയത്, അങ്ങനെ പലതരത്തിലുള്ള രാജാക്കന്മാരത് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ മോതിരത്തിൻ്റെ ഷേപ്പ് കിട്ടാൻ ഇതിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇത് ആയോധന കലയുടെ ഭാഗമായി എല്ലാവരും ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും ചില ഗുരുക്കന്മാർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. വ്യാഘ്രനഖത്തിൻ്റെ അറ്റാക്കുകൾ ഈ തഞ്ചം ബൈറ്റ് എന്ന് പറഞ്ഞൊരു ബൈറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. കൈമുട്ടുകളുടെയൊക്കെ പ്രയോഗത്തിലാണ് തഞ്ചം ബൈറ്റ് വരുന്നത്. അല്ല, തഞ്ചം ബൈറ്റിൻ്റെ കൂടെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആയോധനകളൊക്കെ മൂർച്ചയേറും. ഇതാണ് ഈ ആയുധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഒരു കിക്കോ പഞ്ചോ ഒക്കെ വരുമ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ തടയിടുന്നതെങ്കിൽ, രണ്ട് കൈയിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ തടയിടുകയാണെങ്കിൽ എതിരാളിയുടെ കാര്യം തീരുമാനമാകും. ഒരുപാട് പേരുള്ളപ്പോഴും ഇത് നല്ല മൂർച്ചയിൽ ഇത് ഉപയോഗിച്ചാൽ വളരെ നന്നായിട്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പേരാണ് വ്യാഘ്രനഖം. എന്തായാലും ഇതൊരു അറിവായി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. കാരണം ഇതിപ്പോൾ പല വീടുകളിലും പൂജാവസ്തുവായും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായുമൊക്കെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ടെന്ന് എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.